ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂൺ മാസ ഫലമാണ്. അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം, രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനാണ്. കൂടാതെ 11ാം ഭാവത്തിന്റെ അധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴഗ്രഹം ധനസ്ഥാനത്ത് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന ഈ ജൂൺ മാസത്തിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ധന ആഗമന യോഗവും തൊഴിൽ പുരോഗതിയും ഉണ്ടാകും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായില്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ്. ജാതകാൽ എങ്ങനെയാണ് കാര്യങ്ങൾ, കണ്ടകശനിയോ കഷ്ടകാലമോ ഒക്കെ ഉള്ള സമയമാണോ, ശനിദോഷമുള്ള സമയമാണോ, അനിഷ്ട സമയമാണോ എന്നൊക്കെ അറിയുവാനും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണോ എന്ന് അറിയുവാനും ഒക്കെ വിശകലനം ചെയ്ത് നോക്കുന്നതാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം പൂർണ്ണമായിട്ടും തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കണ്ടകശനിയൊക്കെ കഴിഞ്ഞു. അത് പലതരത്തിലും ഉള്ള ദോഷങ്ങളൊക്കെ വരുത്തി മാന അപമാനങ്ങളും അഭിഖ്യാതികളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റങ്ങൾ വന്ന് സമൂഹത്തിലായാലും കുടുംബത്തിലായാലും പേരും പെരുമയും പ്രശസ്തിയും വന്നു ചേരും. അത് തൊഴിൽ സ്ഥലത്തും അംഗീകാരങ്ങൾ കിട്ടും. കൂടാതെ അത് മേലധികാരികളിൽ നിന്നായാലും കീഴ് ജീവനക്കാരിൽ നിന്നായാലും സഹപ്രവർത്തകരിൽ നിന്ന് തൊഴിൽ സ്ഥലത്ത് ഒരു അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുവാനും കൂടെ നിർത്തുവാനും സാധിക്കും. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിനുണ്ടാകും. ധൈര്യവും വീര്യവും ഒക്കെ ഏറിയിരിക്കുന്ന ഈ കാലത്ത് അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതെയും വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. അതായത് ദേഷ്യം അധികം വർദ്ധിക്കാതെ നോക്കണം. ആദിത്യൻ രാശിയിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. 2ൽ ചൊവ്വ, അങ്ങനെയൊക്കെ ഉണ്ട്. കുടുംബപരമായ കാര്യങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ സൂചകമാണ്. അതായത് കുടുംബത്തെ സൂചിപ്പിക്കുന്ന 4ാം ഭാവത്തിലാണല്ലോ ആ കേതു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു വരുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളോ കോലാഹലങ്ങളോ സഹോദരങ്ങൾ തമ്മിലോ പ്രായമായ മക്കൾക്ക് മാതാപിതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാകുക സ്വാഭാവികമാണ്. അതൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കേണ്ടതുമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയം. സ്വന്തം നാട് വിട്ടുപോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിതമായി നല്ല നേട്ടങ്ങൾ വന്നു ചേരുവാനും തൊഴിലും കൂടെ ചെയ്യുവാൻ പുതിയ ഓഫർ വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ്. നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്കായാലും സ്വന്തം നാട് വിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ആയാലും വളരെ വിശേഷമായ രീതിയിൽ തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സമയമാണ്, പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ടു നിൽക്കുന്നവർ. തൊഴിൽ സ്ഥാനാധിപന്റെ അധിപൻ ഉപജയസ്ഥാനത്ത് 11ാമിടത്ത് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സേവന രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമാണ്. പ്രത്യേകിച്ച് പോലീസ്, മിലിറ്ററി, കൂടാതെ ഗവൺമെന്റ് സർവീസുകൾ, അധ്യാപകര്, മെഡിക്കൽ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവര് ഒക്കെ സേവന രംഗമാണ്. അങ്ങനെയുള്ളവർക്ക് സേവന രംഗത്തേക്ക് പുതിയ ഒരു ജോലി ലഭിക്കുവാൻ ഗവൺമെന്റോ തത്തുല്യ പദവിയോട് കൂടിയതോ വിദേശത്തും ആകാം. അത് വളരെ ശ്രദ്ധിച്ച് ലഭിക്കുന്ന അവസരങ്ങൾ
നഷ്ടപ്പെടുത്താതെ മുൻപോട്ട് നീങ്ങിയാൽ അഭിവൃദ്ധികൾ പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രണയിക്കുന്നവർക്ക് ചില പ്രണയഭംഗങ്ങൾ ഉണ്ടാകാം. മാനാപമാനങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമാണ്. ഉത്തമ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഉല്ലാസയാത്ര പോകുവാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ യോഗമുണ്ട്. പ്രധാനമായിട്ട് കൂടുതൽ ഐശ്വര്യങ്ങൾക്കായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.